തമിഴ്നാട്ടിൽ നിന്ന് സാധനങ്ങളുമായി വരുന്ന മലയാളി ലോറി ഉടമകളെ കൊള്ളയടിക്കുകയാണ് തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ്. തമിഴ്നാട് പുളിയറ ചെക്ക് പോസ്റ്റിലൂടെ നിർമ്മാണ സാമഗ്രികളുമായി കടന്നുപോകുന്ന ലോറികളിൽ നിന്ന് വാങ്ങുന്നത് 200 മുതൽ 400 രൂപ വരെ കൈക്കൂലിയാണ്. ഒരു രാത്രി ഇവിടുത്തെ ഉദ്യോഗസ്ഥർ കീശയിലാക്കുന്നത് എത്ര രൂപയാണെന്നറിയാമോ? ശരാശരി 2.5 ലക്ഷം മുതൽ 3 ലക്ഷം രൂപ വരെ. സംസ്ഥാനങ്ങളിൽ ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രം നിർത്തലാക്കിയിട്ടും കൈക്കൂലി വാങ്ങാൻ ഇപ്പോഴും അവ അനധികൃതമായി പ്രവർത്തിപ്പിക്കുന്നു. തമിഴ്നാട് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കൈക്കൂലി മാതൃഭൂമി ന്യൂസ് ഒള്ളി ക്യാമറ ഓപ്പറേഷനിൽ കുടുക്കിയിരിക്കുകയാണ്. കണ്ടുനോക്കൂ. തമിഴ്നാട്ടിൽ നാഗർകോവിലും പുളിയറയിലും ഒക്കെ തന്നെ ഇപ്പോഴും ചെക്ക് പോസ്റ്റുകൾ സജീവമാണ്. അത് എന്തിനു വേണ്ടിയാണ്? മുൻകാലങ്ങളിലെ പോലെ അഴിമതി അടക്കമുള്ള കാര്യങ്ങൾ നടത്താൻ വേണ്ടിയാണോ? അതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് മാതൃഭൂമി ന്യൂസ്. തമിഴ്നാട് ചെങ്കോട്ടയിൽ നിന്ന് മെറ്റൽ കയറ്റി വരുന്നതാണ് ഈ ലോറി. ഈ ലോറി കയറിയാണ് നമ്മൾ അതിർത്തി ചെക്ക് പോസ്റ്റ് കടക്കാൻ പോകുന്നത്. തനി തമിഴ്നാടൻ ഗ്രാമപ്രദേശം. ആ ഗ്രാമവീഥികളിലൂടെ ഹൈവേയിലേക്ക് നമ്മൾ കടക്കുകയാണ്. പുളിയറ ചെക്ക് പോസ്റ്റിന് സമീപത്ത് വാഹനത്തിന്റെ ഭാരം തൂക്കാൻ വേണ്ടിയുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടെ എത്തി വാഹനത്തിന്റെ ഭാരം ആദ്യം തൂക്കും. അതിനുശേഷമാണ് ചെക്ക് പോസ്റ്റിലേക്ക് കടക്കുന്നത്. ഭാരം രേഖപ്പെടുത്തിയ സർട്ടിഫിക്കറ്റ് RTO ചെക്ക് പോസ്റ്റിൽ നൽകണം. പക്ഷേ സർട്ടിഫിക്കറ്റ് മാത്രം പോരാ, 200 രൂപയിൽ കുറയാത്ത ഒരു നോട്ടും അതിന്റെ ഒപ്പം വെക്കണം. പണം എത്ര കൂടിയാലും കുഴപ്പമില്ല, 200-ൽ താഴരുത്. വേബ്രിഡ്ജിൽ നിന്ന് ലഭിച്ച ബില്ലും 200 രൂപയായിട്ടാണ് പോകുന്നത്. പണവുമായി ചെക്ക് പോസ്റ്റിനുള്ളിലേക്ക്. പണം വാങ്ങുന്നത് മറ്റുള്ളവർ കാണാതിരിക്കാൻ വലിയ ഗ്ലാസ് ഉപയോഗിച്ച് മറ തയ്യാറാക്കിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റിനൊപ്പം ഞങ്ങളും നൽകി 200 രൂപ. ഉദ്യോഗസ്ഥർ കൃത്യമായി അത് കീശയിലാക്കി. ആദ്യം RTO ചെക്ക് പോസ്റ്റിലെത്തിയപ്പോൾ 200 രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത്. വീണ്ടും ഒരു തവണ കൂടി അതുവഴി യാത്ര ചെയ്യുകയാണ്. പണം നൽകി. മുമ്പത്തേതിന് സമാനമായ സ്ഥിതി. പുളിയറയിലെ RTO ചെക്ക് പോസ്റ്റിൽ നൽകേണ്ടി വന്നത് 200 രൂപ. ബില്ലുമില്ല, യാതൊരുവിധ രേഖകളുമില്ല. നിരനിരയായി റോഡിൽ കിടക്കുന്ന ലോറികളിൽ നിന്ന് തൊഴിലാളികൾ ഓടിയിറങ്ങി RTO ചെക്ക് പോസ്റ്റിലേക്ക് കയറുന്നു. പണം നൽകുന്നു. യാതൊരു പരിശോധനയുമില്ലാതെ വാഹനം മുന്നോട്ട് നീങ്ങുന്നു. ഒരു വാഹനത്തിൽ നിന്ന് 200 രൂപയാണ് വാങ്ങുന്നത്. അതൊരു ചെറിയ തുകയാണ് എന്ന് കരുതി തള്ളിക്കളയേണ്ട. കണക്ക് വളരെ വലുതാണ്. ഒരു ദിവസം രാത്രി ശരാശരി 1200 ലോറികൾ ചെക്ക് പോസ്റ്റ് വഴി കടന്നു പോകുന്നു എന്നാണ് കണക്ക്. അതായത് ഇത്രയും വാഹനങ്ങളിൽ നിന്ന് ഒറ്റ രാത്രി കൊണ്ട് ജീവനക്കാർ നേടുന്നത് 2,40,000 രൂപ. ഇനി വാഹനങ്ങളുടെ എണ്ണം 1000 ആയാൽ കൈക്കൂലി 2 ലക്ഷം. ഇനി ലോറികളുടെ എണ്ണം 500 ചുരുങ്ങിയാലും കൈക്കൂലി 1 ലക്ഷം കയ്യിലിരിക്കും. ചുരുക്കി പറഞ്ഞാൽ ഒറ്റ രാത്രി കൊണ്ട് ഉദ്യോഗസ്ഥർ ലക്ഷപ്രഭുക്കളാകുന്നു. ചെക്ക് പോസ്റ്റുകൾ കേന്ദ്രം നിർത്തലാക്കിയതാണ്. എന്നിട്ടും കൈക്കൂലിക്ക് വേണ്ടിയാണ് ഇവർ ചെക്ക് പോസ്റ്റ് തുറന്നു വച്ചിരിക്കുന്നത്. തമിഴ്നാട്ടിലെ എല്ലാത്തരം അഴിമതികളും ഇല്ലാതാക്കുമെന്നാണ് പുതിയ മുഖ്യമന്ത്രി വിജയുടെ പ്രഖ്യാപനം. അങ്ങയുടെ കണ്ണുകൾ, അങ്ങയുടെ സർക്കാരിന്റെ കണ്ണുകൾ ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളിലേക്ക് കൂടി നീളണം. വർഷം തോറും കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ് ഈ ചെക്ക് പോസ്റ്റുകളിൽ നടക്കുന്നത്. ആര്യങ്കാവിൽ നിന്ന് ക്യാമറമാൻ ഷാനാസ് ഫരീദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്.